ഹായ് മക്കളെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സൊല്യൂഷൻസ് ആയിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ സൊല്യൂഷനിലുള്ള ഡിഫറെന്റ് കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇതൊക്കെ മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സും കൂടെ കണ്ടുവരാം. എങ്കിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിനകത്ത് ഡിസോൾവ് ആവുന്നത്, ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വീണ്ടും ക്രിസ്റ്റൽ ഫോമിലോട്ട് മാറുന്നു. ഈ ക്രിസ്റ്റൽ ഫോമിലോട്ട് മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു സൊല്യൂട്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ഫർദർ ഡിസോൾവ് ആവാനായിട്ട് പോകുന്നുണ്ട്. അത് ഫർദർ ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷെ കൂൾ ചെയ്യുമ്പോൾ അത് തിരിച്ച് ക്രിസ്റ്റൽ ഫോമിലോട്ട് വരുന്നു. തിരിച്ച് ഡിസോൾവ് ചെയ്ത പലതും എന്താവുന്നു? ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് അത് അതിന്റെ ക്രിസ്റ്റൽ രൂപത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. Okay, the process by which crystals of the solute are formed when a supersaturated solution is cooled slowly is called as the crystallization. മക്കൾക്ക് ക്ലിയർ ആയോ? അതായത് crystals of the solute are formed when a supersaturated solution എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലെ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സൊല്യൂട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നുണ്ട്. ബട്ട് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഡിസോൾവ് ആവുന്നത് നിൽക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഫർദർ ഡിസോൾഷൻ നടക്കുന്നുണ്ട്. അത് ഡിസോൾവ് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നീട് ഇതിനെ കൂൾ ചെയ്യുമ്പോൾ അത് പിന്നീട് ക്രിസ്റ്റൽ ആയിട്ട് ഫോം ചെയ്ത് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ തിരിച്ചു വരുന്ന ആ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അങ്ങനെ ക്രിസ്റ്റൽസ് ആവുന്നുണ്ടല്ലോ, ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ the process by which crystals of a solute are formed when a supersaturated solution is cooled. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ കൂൾ ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്ത പല സൊല്യൂട്ടുകളും തിരിച്ച് ക്രിസ്റ്റൽ ഫോമിലോട്ട് വരുന്ന ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ദ ക്രിസ്റ്റലൈസേഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ല? അപ്പൊ ഓക്കെ, the amount of solute in gram required to saturate 100 gram of solvent at a given temperature is the solubility of the solute in that solvent. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് സോളിബിലിറ്റി എന്ന് പറയുന്നത്? സോളിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റില് മിക്സ് ആവുന്നതിനെയാണ് നമ്മൾ അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം സൊല്യൂട്ട് അതിനകത്ത് മിക്സ് ആവുന്നുണ്ട്, അതാണ് അതിന്റെ ആ ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതായത് ദ എമൗണ്ട് ഓഫ് ദി സൊല്യൂട്ട് എങ്ങനെയാണ് നമ്മൾ പറയുക? ഗ്രാമിലാണ് നമ്മൾ പറയുന്നത്. റിക്വയർഡ് ടു സാച്ചുറേറ്റ് 100 gram ഓഫ് ദ സോൾവെന്റ്. അതുവരെ ഓക്കെ, 100 gram ഓഫ് ദ സോൾവെന്റില് എത്രത്തോളം സൊല്യൂട്ട് ആണോ ഡിസോൾവ് ആവുന്നത്, സാച്ചുറേറ്റ് ആണ്, ആ ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അതുവരെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കുന്നില്ല? ഡിസോൾഷൻ നടക്കുന്നില്ല അല്ലെ. അപ്പൊ ഒരു 100 gram ഓഫ് സോൾവെന്റില് എത്രത്തോളം സൊല്യൂട്ട് അവിടെ ഡിസോൾവ് ആവുന്നുണ്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതും കൂടെ ശ്രദ്ധിക്കണേ മക്കളെ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്രമാത്രം സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എത്ര സൊല്യൂട്ട് നമ്മൾ എടുക്കുന്നു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഈ സൊല്യൂട്ടിനെ നമ്മൾ സോൾവെന്റിലോട്ട് മിക്സ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നത്, അതിനെയാണ് നമ്മൾ ആ ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല? ഡിസോൾവ് ആവില്ല. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാ പറഞ്ഞത്? അത് ഡിസോൾവ് ആവുന്നത് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ.
അപ്പോ ഇവിടെ പറയാം, നമ്മളൊരു ബീക്കർ എടുത്തു, അതിൽ നമ്മളൊരു 50 ml ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ പോർഷൻ ഓഫ് ദി കോമൺ സാൾട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നു. അതപ്പോ എന്ത് ചെയ്യും, നമ്മളൊരു വാട്ടർ എടുത്തു, ഒരു 50 ml വാട്ടർ എടുത്തു, അതിനകത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറെ ഇട്ട് ഇളക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് ഡിസോൾവ് ആവും. പിന്നെയും കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെയും നന്നായിട്ട് ഡിസോൾവ് ആയി. പിന്നെയും കുറച്ചുകൂടി ഇട്ട് കൊടുത്തു, നന്നായിട്ട് കലക്കി ഡിസോൾവ് ആയി. പിന്നെയും കുറെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നീട് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നില്ല. കാരണം എന്തെന്നാ പറഞ്ഞാൽ നമ്മള് ആ സൊല്യൂഷൻ അവിടെ സാച്ചുറേറ്റഡ് ആയി അല്ലെ. അപ്പൊ എത്രത്തോളം സൊല്യൂട്ട് ഇട്ടപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയത്, അതാണ് ആ ഉപ്പിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ആ ഉപ്പ് അത്രത്തോളം അവിടെ അലിയുന്നുള്ളൂ, അതിൽ കൂടുതൽ ഇട്ടാൽ എന്ത് ചെയ്യില്ല, അലിയുന്നില്ല. അതാണ് അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, റിപ്പീറ്റ് ദ പ്രോസസ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ഇനി അനദർ വാട്ടർ 50 ml ഓഫ് വാട്ടറിൽ നമ്മൾ ചെയ്തു. അവിടെ നമ്മൾ നോക്കുന്നുണ്ട് ഇത് എത്രയാണ് മിക്സ് ആവുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ബീക്കറിൽ NaCl അല്ലെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സേ ഔട്ട് ഓഫ് 100 gram ഓഫ് NaCl നമ്മൾ എത്ര എടുത്തു, കുറച്ച് ഉപ്പ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 100 gram സോൾട്ട് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 100 gram സോൾട്ടിൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 36 gram നമ്മൾ യൂസ് ചെയ്തപ്പോ ഇത് ഈ ബീക്കറിലെ വാട്ടറിൽ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി 36 gram ഉപയോഗിച്ചപ്പോ അല്ലെ. അപ്പൊ ഈ 100 ഗ്രാമില് ബാക്കി നമുക്ക് 36 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും, ഒരു 64 gram നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 100 gram ഓഫ് ഒരു സോൾട്ട് എടുത്തതില് എത്രയാണ് ഇതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു 36 gram നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോ 36 gram വരെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. അതിൽ കൂടുതൽ 36.5 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഡിസോൾവ് ആവുന്നില്ല. 37 ഇടുമ്പോൾ എന്താവുന്നില്ല, ഡിസോൾവ് ആവുന്നില്ല. എത്ര വരെ അവിടെ ഡിസോൾവ് ആവുന്നുള്ളൂ, 36 gram വരെ അവിടെ ഡിസോൾവ് ആവുന്നുള്ളൂ. 36.5 ഇട്ടപ്പോ അവിടെ എന്തായി, അത് അവിടെ ക്രിസ്റ്റൽ ആയിട്ട് ഇവിടെ നിന്നു. ഓക്കെ, അതവിടെ ക്രിസ്റ്റൽ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ 36 വരെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോൾവെന്റിനകത്ത് അത് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ NaCl എന്ന് പറയുന്ന ടേബിൾ സോൾട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 36 gram ആയിരിക്കും അല്ലെ. The solution becomes saturated with 36 gram of NaCl. NaCl 36 gram ഇട്ട് കൊടുത്തത് വരെ അത് ഓക്കെ ആയിരുന്നു. 36ൽ കൂടുതൽ ഒരു പൊടി പോലും അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ 36 വരെയാണ് അതിന്റെ സാച്ചുറേറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ബീക്കറിൽ നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്, NaHCO3 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ നോക്കി നമ്മൾ ഔട്ട് ഓഫ് 100 ഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തത് ഒരു 9 gram ആണ് എന്ന് വിചാരിക്കുക. 9 ഗ്രാമിൽ കൂടുതൽ പിന്നെ അവിടെ എന്തിട്ട് കൊടുത്താലും അവിടെ എന്താവില്ല, ഡിസോൾവ് ആവുന്നില്ല. 9ൽ 9.5 ഇട്ട് കൊടുത്താൽ ആ 0.5 അവിടെ ക്രിസ്റ്റൽ ആയിട്ട് തന്നെ കിടക്കുന്നു, അവിടെ ഡിസോൾവ് ആവുന്നില്ല. അപ്പോ ഒരു സോൾവെന്റിനകത്ത് നമ്മള് 9 gram ആണ് എന്തെന്ന് പറയുന്നത്, NaHCO3യുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. 3 gram ആണ് അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. 3 gram വരെ അത് അതിന്റെ സാച്ചുറേറ്റഡ് പോയിന്റ് വരെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ നമുക്കറിയാം NaCl എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചത് എത്രയായിരുന്നു, 36 gram ആയിരുന്നു. NaHCO3 എന്ന് പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയാണ്, 9 gram ഉപയോഗിച്ചുള്ളൂ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡിസോൾവ് ആവുന്നത്, 36 gram വരെ ഇവിടെ ഡിസോൾവ് ആക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനകത്ത്, ഈ ഒരു സോൾവെന്റ് ഈ സൊല്യൂഷനകത്ത് 36 gram വരെ ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷേ NaHCO3 ഓൺലി 9 gram ആണ് അവിടെ ഡിസോൾവ് ആവുന്നത്. അതിൽ കൂടുതൽ അവിടെ ഡിസോൾവ് ആവുന്നില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതിനാണ് കൂടുതൽ ഡിസോൾവ് ആവാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത്, ഇതിനകത്താണ്
the two solute do not dissolve to the same extent എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ സോളിബിലിറ്റി ആർക്കാണ് ഏറ്റവും കൂടുതൽ? NaCl-നാണ് ഏറ്റവും കൂടുതൽ അല്ലെ. it dissolves more resulting in the saturated solution and a higher amount of the dissolved solute also. അതുപോലെ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നതിന് എന്താണ് നോക്കിയേ, 9 gram വരെ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ലെസ് സോളിബിലിറ്റി ആണ്, കുറച്ച് മാത്രമേ ഇവിടെ ഡിസോൾവ് ആവുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തീരെ ഡിസോൾവ് ആവാതെ നിൽക്കുന്നു. അപ്പൊ NaHCO3 എന്ന് പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് സോളിബിലിറ്റി കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So sodium bicarbonate has a lower solubility in water. It is saturated with a smaller amount of the dissolved solute. വളരെ കുറച്ച് solute add ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതെന്താവുന്നു? Saturated ആവുന്നു. So we can say that the different solutes are not same to their dissolution power. അല്ലെ, അല്ലെങ്കിൽ സോളിബിലിറ്റി. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നതിന് ലോവർ സോളിബിലിറ്റി ആണ്, ഏറ്റവും കുറവ് എന്ത് ചെയ്യുന്നു? സോളിബിൾ ആവുന്നു. Okay, very soon it is get the saturated, but compared to the NaCl എന്ന് പറയുന്നതിന് as having the higher solubility in water and it results in a saturated solution more resulting in a saturated amount of the dissolved solute എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഓരോ സൊല്യൂട്ടും ഓരോ സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നത് ഡിഫറെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി സോളിബിലിറ്റി. ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ എത്രത്തോളം ഡിസോൾവ് ആവുന്നു എന്നതാണ് ആ ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ കോമ്പൗണ്ടിനനുസരിച്ചും ഡിഫർ ചെയ്യുന്നുണ്ട്. Some compounds have the higher solubility and some are having the less solubility. Clear ആയോ? അപ്പൊ ആ സോളിബിലിറ്റി കണ്ടുപിടിക്കാൻ മാസ് പെർസെന്റേജ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മാസ് പെർസെന്റേജ് കാണുക, എത്രത്തോളം സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സൊല്യൂട്ട് ഈ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നതിനെ നമ്മൾ അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സോളിബിലിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? എല്ലാത്തിലും ഓരോ കോമ്പൗണ്ടിനകത്ത് നോക്കി വേരി ചെയ്യുന്നുണ്ട്. സോളിബിലിറ്റി ഓഫ് ഗ്രാം ഇൻ 100 gram ഓഫ് വാട്ടർ നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കിയ ഓരോന്നിന്റെ സോളിബിലിറ്റി ആണ് പറയുന്നത്. കാൽഷ്യം സൾഫേറ്റിന്റെ സോളിബിലിറ്റി പറയുന്നുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡിന്റെ സോളിബിലിറ്റി പറയുന്നുണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റിന്റെ സോളിബിലിറ്റി പറയുന്നുണ്ട്, സോഡിയം ക്ലോറൈഡിന്റെ സോളിബിലിറ്റി പറയുന്നുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡിന്റെ സോളിബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ സോളിബിലിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നോക്കിയ മക്കളെ, കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ സോളിബിലിറ്റി കുറയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് നോക്കിയ അതിന്റെ സോളിബിലിറ്റി ഇത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ സോളിബിലിറ്റിയും ഇവിടെ കൂടുന്നു അല്ലെ. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടുന്നുണ്ട്. അതുപോലെ നോക്കിയേ സോഡിയം ക്ലോറൈഡ് അല്ലെ, അതും ഇവിടെ കൂടുന്നുണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അതിന്റെ സോളിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓരോന്നിന്റെയും സ്പെഷ്യാലിറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേഞ്ചിങ് ടെമ്പറേച്ചർ എഫക്ട്സ് സോളിബിലിറ്റി, അത് നമുക്ക് അറിയാം അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ സോളിബിലിറ്റിയിലും ചേഞ്ച് വരുന്നുണ്ട്. ഒരു സൊല്യൂട്ട് ആ സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നതിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? what is the change that generally occur in the solubility with rising temperature? എന്താണ് മക്കളെ ചെയ്യുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ സോളിബിലിറ്റിക്ക് ഇൻക്രീസ് ആണോ സംഭവിക്കുന്നത്, ഡിക്രീസ് ആണോ സംഭവിക്കുന്നത്? മക്കള് പറ, എന്താണ് സംഭവിക്കുന്നത്? ഒരു സൊല്യൂട്ടില് അല്ലെങ്കിൽ ഒരു സോൾവെന്റില് ഒരു സൊല്യൂഷനില് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത് സോൾവെന്റില് ഡിസോൾവ് ചെയ്യുന്നതില് എങ്ങനെ വേരി ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? എന്ത് ചെയ്യും? പഠിച്ചു നമ്മൾ അല്ലെ. എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ സോളിബിലിറ്റിയിലും ഇൻക്രീസ് സംഭവിക്കും എന്ന് നമ്മൾ പഠിച്ചു.
Which is the substances whose solubility decreases with rise in temperature? ഏതായിരുന്നു? നോക്കിയ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് അറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ സോളിബിലിറ്റി കുറഞ്ഞത് ഏതിനായിരുന്നു? കാൽഷ്യം സൾഫേറ്റിനായിരുന്നു അല്ലെ? കാൽഷ്യം സൾഫൈഡ്. കാൽഷ്യം സൾഫേറ്റിനായിരുന്നു. അതുപോലെ വിച്ച് സബ്സ്റ്റൻസസ് ഷോസ് ദ മാക്സിമം സോളിബിലിറ്റി അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്? 30 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും കൂടുതൽ സോളിബിലിറ്റി കാണിച്ചത് ആരായിരുന്നു? പൊട്ടാഷ്യം നൈട്രേറ്റ് ആണ് 30 ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ എന്ത് കാണിച്ചത്? സോളിബിലിറ്റി കാണിച്ചത് എന്ന് നമുക്ക് പറയാം അല്ലെ? What is the peculiarity in the solubility of the sodium chloride compared to the other salt? Sodium chloride compared to the other salt എന്താണ്? sodium chloride എന്താണ് കാണിക്കുന്നത്? sodium chloride എവിടെ? sodium chloride എന്താണ് കാണിക്കുന്നത്? അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന് ഒരേപോലത്തെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ? ടെമ്പറേച്ചർ കൂടുമ്പോഴാണ്, അതുവരെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിന്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അതിന്റെ സോളിബിലിറ്റി അവിടെ ഇൻക്രീസ് ആവുന്നത് അല്ലെ? Supersaturated solution. So sodium chloride is highly soluble in water, but it is only slightly soluble in alcohol and insoluble in the kerosene. This may due to the differences in the nature of the solvent. അല്ലേ? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഹൈലി സോലിബിൾ ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി സോലിബിൾ ഇൻ ആൽക്കഹോളിലാണെങ്കിൽ അത് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ കെറോസിനിൽ അത് ഇൻസോലിബിൾ ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ലൈക്സ് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മുടെ സൊല്യൂട്ട് എപ്പോഴും ഡിസോൾവ് ആവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, ഒരു സൊല്യൂട്ടിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സോൾവെന്റ് എന്നുള്ള കാര്യം മക്കള് അറിഞ്ഞിരിക്കുക. അതാണ് നമ്മളിവിടെ പഠിച്ചത്. ദാറ്റ് ഈസ് differences in the nature of the solvent. Solubility of the solute is mainly based on the nature of the solvent എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെയുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സോഡ വാട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഡ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഹൈ പ്രഷറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു അണ്ടർ ഹൈ പ്രഷർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി സോഡ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യിക്കാനായിട്ട്, സോളിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എന്ത് അപ്ലൈ ചെയ്തു? പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പോ സോളിബിലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? സോളിബിലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഈസ് എ ഫാക്ടർ, അതുപോലെ തന്നെ പ്രഷർ ഈസ് എ ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലായി. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ സോളിബിലിറ്റി കൂടുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ സോളിബിലിറ്റി കൂടുന്നു എന്ന് നമുക്ക് ക്ലിയർ ആയി. Okay, so we can say that the factors affecting the solubility, ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, ആൾസോ ദ നേച്ചർ ഓഫ് ദ സോൾവെന്റ്, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ പ്രഷർ. Then we can say that stirring, അല്ലെ, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെർട്ടിക്കുലർ പോയിന്റ് വരെ അവിടെ എന്ത് ചെയ്യും? ഡിസോൾവ് ആവുന്നുണ്ട്. സോ സ്റ്റിയറിംഗ് ഈസ് എ ഫാക്ടർ ആൻഡ് ഓൾസോ ദ പാർട്ടിക്കിൾ സൈസ് ഈസ് ഓൾസോ എ ഫാക്ടർ. നമ്മൾ വളരെ ചെറുതാക്കിയിട്ടാണ് അത് നമ്മൾ സ്റ്റിയർ ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ, അതാണ് നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിലേ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫോമിൽ ആഡ് ചെയ്യുന്നതും ഫൈൻ പൗഡർ ആയിട്ട് ആഡ് ചെയ്യുന്നതും ഡിപ്പെൻഡ്സ് ഇറ്റ്സ് സോളിബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഫൈൻ ആക്കിയിട്ടാണ് നമ്മൾ
ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോളിബിൾ ആവുന്നുണ്ട്. പക്ഷെ ക്രിസ്റ്റൽ ഫോമിലാണെങ്കിൽ അതിന്റെ സോളിബിലിറ്റി കുറയുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. സോ സോളിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി the factors affecting the solubility is the nature of the solute and the solvent, temperature, pressure, stirring and the particle size. Clear ആണല്ലോ? അപ്പൊ ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നത് അതിനെ സോളിബിലിറ്റി എന്ന് നമുക്ക് വിളിക്കാം. സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, സ്റ്റിയറിംഗ്, അതുപോലെ പാർട്ടിക്കിൾ സൈസ് ഇതൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ സോളിബിലിറ്റി കർവ് ഓഫ് എ ഗോബേഴ്സ് സോൾട്ട് എന്ന് പറയുന്നത്, ഗോബേഴ്സ് സോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Na2SO4 10H2O എന്ന് പറയുന്നത് അതൊരു സോൾട്ട് ആണ്. അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന സോൾട്ട്, ഈ പറയുന്ന NaCl അതുപോലെ തന്നെ ബാക്കി എല്ലാ സോൾട്ടിൽ നിന്നും ഡിഫറെന്റ് ആണ് ഈ ഗോബേഴ്സ് സോൾട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് characteristic with refers to the temperature. Solubility increases ആ ഒരു particular temperature വരെ. നോക്കിയേ, the solubility increases with temperature up to a certain point around 32.4 degrees Celsius and then decreases. അതിന്റെ solubility ഒരു 32.4 ഡിഗ്രി വരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ solubility എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. It is quite different from the most other salt where solubility continuously increases with temperature. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NaCl ഒക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സോൾട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ സോളിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ സോളിബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പീക്ക് സോളിബിലിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. അറൌണ്ട് 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ അത് മാക്സിമം സോളിബിലിറ്റി കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അതിന്റെ സോളിബിലിറ്റി കുറയുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ അൺയൂഷ്വൽ ബിഹേവിയർ, അല്ലെങ്കിൽ അത് അവിടെ ഒരു പീക്ക് സോളിബിലിറ്റി പോയിന്റിലോട്ട് എത്തുന്നു. ഡീകമ്പോസിഷൻ, അത് അങ്ങനെ എത്താനുള്ള കാരണം എന്താ? ഇല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഈ പറയുന്ന സോൾട്ടിന് എന്ത് സംഭവിക്കുന്നു? അത് ഡീകമ്പോസ് ചെയ്യുന്നു. അത് ഡീകമ്പോസ് ചെയ്തിട്ട് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ആൻ ആൻഹൈഡ്രസ് സോഡിയം സൾഫേറ്റ് ആൻഡ് കോസ് റിഡക്ഷൻ ഓൺ ദ സോളിബിലിറ്റി. അങ്ങനെ ഒരു പ്രത്യേക കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിന്റെ സോളിബിലിറ്റിയിൽ അതിന് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക ഗോബേഴ്സ് സോൾട്ടിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഇത്ര തന്നെയാണ്. ഈ ഗോബേഴ്സ് സോൾട്ട് എന്ന് പറയുന്നത് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് സോളിബിലിറ്റി ഈസ് 47.6 per 100 gram ഓഫ് വാട്ടർ. 47.6 ഗ്രാം വരെ അത് അവിടെ സോളിബിൾ ആവുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ അത് ഒരു പീക്ക് ടെമ്പറേച്ചറിലോട്ട് എത്തുന്നുണ്ട്. അറ്റ് 32.4 ഡിഗ്രി സെൽഷ്യസിൽ അതൊരു പീക്ക് പോയിന്റിൽ എത്തുന്നു. അത് കഴിഞ്ഞ് പിന്നെ എത്ര ആഡ് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കും? അതിന്റെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ബിയോണ്ട് 32.4 ഡിഗ്രി ദ സോളിബിലിറ്റി ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ സോളിബിലിറ്റി കുറയുന്നു. ദാറ്റ് ഈസ് ദ ഗോബേഴ്സ് സോൾട്ട് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സോൾട്ടിന്റെ ഒരു ഫീച്ചർ ആണ് അതെന്ന് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ദ അതർ സോൾട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ വി സെഡ് ദാറ്റ് സോളിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ഇവിടെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് സോളിബിലിറ്റി. സോളിബിലിറ്റി എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റ് ഒരു എത്രയാണോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്സ് ഇൻ ദ സോൾവെന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി സോളിബിലിറ്റി. ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സോളിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദ നേച്ചർ ഓഫ് ദ സോൾവെന്റ്, ദെൻ ടെമ്പറേച്ചർ, പ്രഷർ, സ്റ്റിയറിംഗ് ആൻഡ് ദ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്.
ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ സോളിബിലിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ കൂടുന്നതിനനുസരിച്ചും അതിന്റെ സോളിബിലിറ്റി കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ സോഡ വാട്ടർ എന്ന് പറയുന്നത്. ദെൻ പാർട്ടിക്കിൾ സൈസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് ഒരു എക്സെപ്ഷണൽ കേസ് ആണ് നമ്മൾ പറഞ്ഞ ഗോബർ സോൾട്ട് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ അതിന്റെ ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സോളിബിലിറ്റി പിന്നീട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഒരു പാർട്ടിക്കിൾ, ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സോളിബിലിറ്റി, ദാറ്റ് ഈസ് ദ ചാപ്റ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫാക്ടേഴ്സ്, ഒരു സോളിബിലിറ്റി, സൊല്യൂട്ടിന്റെ സോളിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ട്, സോൾവെന്റ് എന്താണ് എന്നുള്ള കാര്യം, ഡിഫറെന്റ് ടൈപ്പ് സൊല്യൂട്ടിന്റെ ബേസിസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് സൊല്യൂഷൻ ഏതാണെന്നുള്ളത്, സാച്ചുറേറ്റഡ്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതായിരുന്നു എന്താണ് ഒരു സോളിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് എന്ന് പറയുന്നത്, സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയുള്ള നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ അപ്പാർട്ട് ഫ്രം ദ സൊല്യൂട്ട് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻ വേറെ എന്താണ് നമുക്ക് ഉള്ളത്, സൊല്യൂഷനെ കൂടാതെ വേറെ എന്ത് നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസിനെ നമ്മൾ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന കാര്യമാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വരിക, എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് കാണുന്ന സൊല്യൂട്ട് എന്താണ്, അതിനകത്ത് കാണുന്ന സോൾവെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. എന്താണ് ഒരു സോളിബിലിറ്റി എന്നുള്ളത്, സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്താണ് എന്നത് പഠിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം വരെ മക്കൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സുകളും, കഴിഞ്ഞു പോയ ഓരോ ക്ലാസ്സുകളും കാണാൻ, ചാപ്റ്റർ ക്ലിയർ ആക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ പാട്ടെന്ന് പറയുന്നതും. അപ്പൊ ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വരാ. ബാക്കിയുള്ള ക്ലാസ്സിൽ നമുക്ക് കാണാം.